ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ 1000 രൂപ നിങ്ങളുടെ കയ്യിലിരിക്കും. സർവീസുകാർക്ക് വെറുതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതാണ് വേറൊന്നുമല്ല, നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഇതുപോലത്തെ വേസ്റ്റ് പൈപ്പാണ്, ഡ്രെയിൻ പൈപ്പ്. അത് ഇതുപോലെ പൊട്ടിപ്പോയി. അത് നമുക്ക് റിമൂവ് ചെയ്യണം, അതായത് റീപ്ലേസ് ചെയ്തിട്ട് പുതിയതെണ്ണം. അതിന് വേണ്ടിയിട്ട് ഇനി സർവീസുകാരെ മെനക്കെടുത്തി അവരെ വിളിച്ച് വരുത്തി അവർക്ക് ഇനി 1000 രൂപ സർവീസ് ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1000 രൂപ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഡ്രെയിൻ പോകുന്ന പൈപ്പാണ്, അത് മൊത്തം പൊട്ടിപ്പോയി. അതിന് നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ. അതേ അളവിനുള്ള ഒരു പൈപ്പ് മേടിക്കുക. ഇതൊരു 3 മീറ്ററിൻ്റെയാണ് മേടിച്ചത്. 2 മീറ്ററിൻ്റെ ഉണ്ട്, 1 മീറ്ററിൻ്റെ ഉണ്ട്. നമുക്ക് അളവിൻ്റെ ലെങ്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. 3 മീറ്ററിൻ്റെ അതേപോലെ വാഷിംഗ് മെഷീൻ്റെ പൈപ്പ് ഒന്ന് ഷോപ്പിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതേ അളവിനുള്ള പൈപ്പുകൾ അവൈലബിളായിട്ട് വരും. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു 6 സ്ക്രൂ ഉണ്ട്. ഈ 6 സ്ക്രൂ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഴിച്ചെടുക്കുക. എന്നിട്ട് ഈ ബാക്ക് സൈഡ് കവർ ഒന്ന് റിമൂവ് ചെയ്താൽ മാത്രം മതി. കാരണം ഈ സ്ക്രൂകൾ അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഊരി വരും. കണ്ടില്ലേ, ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കുക. അതിൻ്റെ ബാക്ക് കവറാണ് ഇത്. ഊരിയെടുത്തതിന് ശേഷം ഇതാണ് ഡ്രെയിൻ പൈപ്പ് വരുന്ന ഭാഗം. അവിടുന്ന് നേരെ കൈകൊണ്ട് 2 തിരിച്ചാലോ അല്ലെങ്കിൽ താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് വലിച്ചാലോ അത് സിമ്പിളായിട്ട് തന്നെ ഊരി വരും. ഇതേപോലെ അതിൻ്റെ അവിടെ ഒരു ലോക്കുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയാതിരിക്കാനുള്ളതാണ്. ആ ലോക്കിൽ നിന്ന് മുകളിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഇതുകൊണ്ട് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സംഭവം ഊരി വരും. ഇനി ചെയ്യേണ്ടത് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന പൈപ്പ് ഇനി നമുക്കത് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന പൈപ്പ് പൊട്ടിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ റൗണ്ടിലായിരിക്കും ചുറ്റി വെച്ചേക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കാണും. അതുകൊണ്ട് ഇതുപോലെ ഊരി എടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഈ തുമ്പെടുത്ത് നമ്മൾ ഡ്രെയിൻ്റെ ഔട്ട് വരുന്നിടത്തൂടെ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി മുകളിലോട്ട് കയറ്റിയിട്ട് അതിൻ്റെ തൊട്ട് താഴത്തെ ആ ക്ലിപ്പിൻ്റെ അകത്തൊന്ന് കയറ്റിടണം. ഈ ക്ലിപ്പിൻ്റെ അകത്ത് ഇടണം, അത് മസ്റ്റാണ്. കാരണം എന്താണെന്നറിയാമോ, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസ് വലിക്കാൻ നേരത്തെ ഇതിൽ നിന്ന് ഊരിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ക്ലിപ്പിൻ്റെ അകത്ത് കിടക്കുമ്പോൾ അത് ടൈറ്റായിട്ട് തന്നെ കിടക്കും എന്നുള്ളതാണ് വലിയൊരു കാര്യം. അങ്ങനെ ഇനി നമ്മൾ സിമ്പിളായിട്ട് ചെയ്തു. ഇനി അതിൻ്റെ ബാക്ക് സൈഡ് കവറും ഇട്ട് 6 സ്ക്രൂവും നമുക്ക് ഇടാനേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഇനി വാഷിംഗ് മെഷീൻ്റെ സർവീസുകാരെ വിളിച്ച് അവർ വന്ന് അവർക്ക് അവരുടെ സർവീസ് ചാർജും കൊടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഒരു 250 രൂപ മുടക്കി കഴിഞ്ഞാൽ 1000 രൂപ നിങ്ങളുടെ കയ്യിലിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്ക് സൈഡിൽ നമ്മൾ അഴിച്ച സ്ക്രൂകൾ അതേപോലെ വീണ്ടും സെറ്റ് ചെയ്യുന്നു. ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട്. നമ്മൾ അഴിച്ച 6 സ്ക്രൂകളും ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിലും നമ്മൾ അഴിച്ചാണ്ട് മുകളിൽ ഒരെണ്ണം, താഴെ 2 എണ്ണമാണ് വരുന്നത്. ഈ 2 സൈഡിലും 2 സ്ക്രൂകളാണ് വരുന്നത്. ടോപ്പിൽ ഒരെണ്ണം വെച്ചേ വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അത്രയും സ്ക്രൂകൾ നമ്മൾ ഊരിയ 6 സ്ക്രൂകളും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അധികമെന്ന് പറഞ്ഞെടുത്ത് കളയരുത്. അത് അതേപോലെ നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് വാഷിംഗ് മെഷീൻ നമ്മൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പൈപ്പും കണക്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ കൂടി ഇട്ടിട്ടുണ്ട്. അവിടെ വേറൊരു പൈപ്പിൻ്റെ അകത്തൂടെ വെറുതെ കയറ്റിയിടുകയാണ്. ആ പൈപ്പ് കുറച്ച് പൊട്ടിയതാണ്. അതുകൊണ്ട് നമ്മൾ ലെങ്തിൽ അകത്തോട്ട് തന്നെ കയറ്റിയിട്ടുണ്ട്. പൈപ്പ് മാറ്റാതെ തന്നെ അകത്തോട്ട് തന്നെ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ. ഒരു 250 രൂപ മുടക്കി കഴിഞ്ഞാൽ 1000 രൂപ എന്തായാലും നിങ്ങളുടെ കയ്യിലിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇനി സർവീസുകാരെ വിളിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയമേ ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും